ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചെറിയൊരു സ്കിൻ കെയർ ടിപ്പുമായിട്ടാണ്. ഇപ്പോൾ നമ്മളൊക്കെ പുറത്ത് പോകുന്ന ആളുകളാണ്. പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ള അവസ്ഥയും ഒക്കെ കൂടിയിട്ട് നമുക്കറിയാം. നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ടാൻ അടിക്കും, അല്ലെങ്കിൽ ഒരുപാട് അഴുക്കുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ടാനുകൾ മാറ്റാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നോക്കിക്ക് എൻ്റെ മുഖത്ത് കുറച്ചൊക്കെ ടാനുകളൊക്കെ അടിച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണി 7:15 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് ഏകദേശം 7 മണിയോട് അടുത്ത സമയം, ഒരു 6:30 ആ ടൈമൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മുടെ ഫേസിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് നമ്മൾ രാവിലെ പോകുമ്പോൾ നന്നായിട്ട് നല്ല രീതിയിലൊക്കെ എന്താ പറയുക, നമ്മൾ പൗഡറൊക്കെ ഇട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഒരുപാട് ടാൻ അടിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ്. മാത്രമല്ല എൻ്റെ മുഖത്ത് അത്യാവശ്യം ഹെയറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് സൂര്യപ്രകാശം തട്ടുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടാൻ അടിക്കും. പോരാത്തിന് ഞാൻ നന്നായിട്ട് വിയർക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ടാൻ അടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊന്നും അത് കെയർ ചെയ്തിരുന്നില്ല. വീട്ടിൽ ഞാൻ വെറുതെ ഇരുന്ന സമയമുണ്ട്, ജോലിക്ക് പോവാതെ വെറുതെ ഇരുന്ന സമയമുണ്ട്. അപ്പോഴൊന്നും ഞാൻ സ്കിൻ കെയർ എന്ന് പറയുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമ്മളിപ്പോൾ എന്താ പറയുക, ടീച്ചിങ് ഫീൽഡ്, നമ്മളവിടേക്ക് പോകുന്നു. നമ്മളെ ഇത്രയും കുട്ടികൾ നമ്മളെ നോക്കിയിരിക്കുന്നതാണ്. അതിന് നമുക്ക് ഭംഗി വേണം, ടീച്ചേഴ്സിന് ഭംഗി വേണം, അതൊന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളെ ഇത്രയും കുട്ടികൾ, 60 കുട്ടികൾ ഒരു ക്ലാസ്സിലുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. കാരണം നമ്മളെ ഒന്നും കൂടി നമ്മൾ സ്കിന്നായാലും എല്ലാം കൂടി ഒന്ന് കെയർ ചെയ്യണം എന്ന് തോന്നും. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം സ്കൂളിലേക്ക് പോകുന്നതിനെക്കാട്ടും ഒരുപാട് ചേഞ്ച് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ടിപ്പ് മുഖേനയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളായാലും +2ലെയും +1ലെയും കുട്ടികളായാലും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ എന്താ ഫേഷ്യൽ ചെയ്തോ, ടീച്ചറുടെ മുഖം ഒന്ന് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ടീച്ചേഴ്സ് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മനീഷ എന്താണ് മുഖത്ത് തേച്ചേക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യാറില്ല, അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ നമുക്ക് ഇത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് വേണമല്ലോ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ. അപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അധികം സമയമായിട്ടില്ല. ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് മുഖം കഴുകി വീട്ടിൽ വന്ന് കയറി ഡ്രസ്സ് മാറ്റി, അതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക, ചായ കുടിച്ച് ഒക്കെ കഴുകിയിട്ടൊന്നും ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻ ഉണ്ട്. ഇന്ന് അടിച്ചിട്ടുള്ള ടാനുകൾ നന്നായിട്ട് എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഇത് കളയാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. ആ വീഡിയോയിലേക്ക് പോണേക്കാട്ട് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ പലരും കണ്ട് തുടങ്ങിയിട്ടുള്ളോ എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ടിപ്പ് മാത്രമല്ല, എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് സന്തോഷങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സഹായിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതാണ് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കുക. വിമർശനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള നിർദ്ദേശങ്ങളുണ്ടായിരിക്കാം, അതൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലൈക്ക് കുറവാട്ടോ, അപ്പോൾ അതും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയ്ക്ക് പോവാം. നമുക്ക് ഈ ടിപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് കടലമാവ്, തക്കാളി, വെള്ളരിക്കായ, അതുപോലെ തന്നെ തൈരാണ്. അപ്പോൾ തക്കാളി കുറച്ച് മതി, അതിൻ്റെ എല്ലാം നീരാണ് വേണ്ടത്. അപ്പോൾ വെള്ളരിക്കായ ഞാൻ നേരത്തെ കറി വെച്ചിട്ട് അതിന് മാറ്റി വെച്ചിട്ടുള്ള ഭാഗമാണത്. അപ്പോൾ തൈരും അതിലേക്ക് ചേർക്കാം. നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ചിലർക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നാരങ്ങ ചേർക്കാറില്ല, ഇടയ്ക്ക് ഞാൻ നാരങ്ങ ചേർക്കാറുള്ളൂ. പക്ഷേ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് ഈ 4 ഐറ്റമാണ്. കടലമാവും, തക്കാളിയും, വെള്ളരിക്കായും, ഒപ്പം തന്നെ തൈരുമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്.
ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ കുറച്ച് ഞാൻ നല്ല അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ മുഖത്ത് തേക്കാറുള്ളത്, നല്ല ലൂസിലല്ല ഞാൻ തേക്കാറുള്ളത്. ഇപ്പോൾ ഈ വെള്ളരിക്കായൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടത്, അതിൽ കുരുക്കളൊക്കെ അതിൽ വീണിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ആക്കാം. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് എല്ലാം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചേർക്കാറുള്ളത്. വേണമെങ്കിൽ തക്കാളി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതായിട്ടാവാം. പക്ഷെ എന്നാലും ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുടി ഒന്ന് മുകളിലേക്ക് കെട്ടിക്കുകയാണേ. നമുക്കിതൊന്ന് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് അത്യാവശ്യം കട്ടിയിലിട്ടോളൂ, കുറച്ച് സമയമൊക്കെ പിടിക്കും നമുക്കിതൊന്ന് മുഖത്തിങ്ങനെ പിടിച്ച് വരാനായിട്ട്. പലർക്കും ഈ ടിപ്പ് അറിയണത് തന്നെയായിരിക്കും, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. കടലമാവ് എല്ലാവരും മിക്ക ആളുകളുടെ വീടുകളിലുണ്ടായിരിക്കും. പിന്നെ തക്കാളി, വെള്ളരിക്കായ, അതുപോലെ തൈര്, അതൊക്കെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാത്രമായില്ല. ഇപ്പോൾ ഒരുപാട് ടാൻ അടിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊരിക്കലും ഒരു ദിവസം കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒരു 2 ആഴ്ചത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റം തോന്നും. ഞാൻ ഇത് സ്ഥിരം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ എനിക്ക് തീരെ വയ്യായിക വന്നാൽ മാത്രമേ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ പക്ഷെ ആവുന്നതും ഞാൻ ഒഴിവാക്കാറില്ല. മിക്ക ദിവസങ്ങളും ഞാൻ തേച്ച് ഇപ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് ടാൻ അടിക്കണോണ്ട് ഞാൻ തേക്കാറുണ്ട്. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് തേക്കാം. ടാൻ അടിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്, ഫേസിലും കഴുത്തിലും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ നന്നായിട്ട് ടാൻ അടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ണിക്കൊന്നും ആവാറില്ല ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ ഈ ഭാഗത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണം. എനിക്ക് ടാന് കൂടുതലുള്ളത് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ്. ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കവിളിൻ്റെ ഈ ഭാഗത്ത് ഒക്കെ നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ ഭാഗത്തും ഒരുപാട് ടാൻ അടിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ മുഖത്ത് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞു. ടാനുള്ള ഭാഗത്തൊക്കെ ഒന്നും കൂടി നല്ല കട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് നമുക്ക് നിൽക്കാം, അതായത് ഉണങ്ങാനുള്ള ടൈം കൊടുക്കാം. നമുക്ക് ഈ ടൈമിൽ നമുക്ക് കിച്ചണിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞാനിപ്പോൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് എടുക്കാനുള്ള കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒക്കെ ഞാൻ ഈ ടൈമിൽ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മോനെ പഠിപ്പിക്കാനിരുത്താറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എത്രയോ സമയം അത് നന്നായിട്ട് വലിയാനായിട്ട് പാടില്ല. നമുക്കത് ഉണങ്ങി ഇപ്പോൾ ഒന്നൊരു വലിവൊക്കെ ചെറുതായിട്ടൊരു വലിവൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മളത് നല്ല വെള്ളത്തിൽ കഴുകി കളയുക. അല്ലെങ്കിൽ നമ്മൾ മേല് കഴുകുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സന്ധ്യാസമയം അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ മേല് കഴുകുമ്പോൾ അങ്ങനെ കഴുകിയാലും കുഴപ്പമില്ല. ഫേസിൽ പിന്നീട് സോപ്പ് തേക്കരുത്. സോപ്പ് തേക്കാതെ നമ്മളത് കഴുകിക്കളയണം. അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഇത് എന്ന് പറയണത് കുറേ ഭാഗത്തൊക്കെ ഉണങ്ങി, പിന്നെ ചില ഭാഗങ്ങളിൽ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഉണങ്ങാനുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര നേരം തന്നെ വെക്കണുള്ളൂ. 10-20 മിനിറ്റായി നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് 10-20 മിനിറ്റായി. ഇനി അത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് വലിയും. പിന്നെ നമുക്കത് ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരം ഇത് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നില്ലേ അത് ഇങ്ങനെ ചുളിവുകളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നന്നായിട്ട് വലിയാനായിട്ട് ഞാൻ നിൽക്കാറില്ല. അതിനേക്കാളും മുമ്പ് തന്നെ ഞാനത് കഴുകി കളയാറുണ്ട്. നമുക്കത് കഴുകി കളഞ്ഞിട്ട് എൻ്റെ ഫേസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.
നിങ്ങളൊന്ന് നോക്കി നോക്കുക എൻ്റെ ഫേസിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടറിയാം. കാരണം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന എന്താ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ടാൻ അടിച്ചതൊക്കെ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട്. അത് ഇന്ന് അടിച്ച ടാൻ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അത് മാറിയത്. ഇപ്പം അത് കുറേ ദിവസം മുമ്പുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറില്ല. അത് കുറേ ഒരു 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു മാറ്റം സംഭവിക്കുക. ഇപ്പോൾ ഇത് ഇന്ന് അടിച്ചിട്ടുള്ള ടാൻ ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഫേസിൽ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അത് പോയത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക. എനിക്കിവിടെ ഒരുപാട് ടാൻ ഈ ഭാഗത്തായിട്ടാണ്, കണ്ണിൻ്റെ അടിയിൽ ഇവിടെ, പിന്നെ മൂക്കിൻ്റെ ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. അതിപ്പോൾ എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വന്നിട്ടുള്ളൊരു പാടാണിത്. അതിടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലും കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് മുഖത്ത് എന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാറി എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അതിൽ ഒരുപാട് ഈ ഒരു കളറിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്ലാക്കിൽ നിന്ന് മാറിയിട്ട് കുറേ ഭാഗങ്ങൾ അത് കുറച്ചും കൂടി നന്നായിട്ട് കളർ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഒക്കെ നിങ്ങൾ കഴുത്തിൻ്റെ ഈ ഭാഗമായാലും നിങ്ങൾ നോക്കി നോക്കുക, നല്ല ആയിട്ട് ചേഞ്ച് വന്നില്ലേ. ഇത് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിത് കുറേ ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു 2 മാസത്തോളമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ചെയ്യാണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു വ്യത്യാസം വരില്ല. നിങ്ങളത് കുറച്ച് നാളുകളായിട്ട് അടുപ്പിച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ നല്ലൊരു കളറുള്ള വ്യക്തിയൊന്നുമല്ല, ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വെളുക്കുമെന്നോ അല്ലെങ്കിൽ നല്ല കളർ വെച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിന്നെ ഈ വെയിലടിച്ച് വരുന്ന ടാനുകൾ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. കാരണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ വെറുതെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടിലെ പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ആളുകളായിരിക്കണം. പക്ഷേ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന് നല്ലൊരു റെമഡിയാണ്. ഞാൻ വേറെ കുറച്ച് റെമഡിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പായിട്ട് ഇനി വേറെ ദിവസം വരാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.